മാത്രമല്ല ഇവിടെ പ്രശ്നം എന്താണെങ്കിൽ ഒരു വന്യമൃഗം അത് നാട്ടിലേക്ക് വന്നു. ഇപ്പം നാളൊരു പുലിയോ കടുവയോ ഒരാളുടെ കിണറ്റിൽ വന്നു, ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അയാൾക്കെതിരെയാണ് കേസ് എടുക്കുന്നത്. അല്ല, ആ പ്രതിഷേധത്തെ അനുകൂലിക്കുന്നു തീർച്ചയായും. അത് ജനങ്ങൾ തീർച്ചയായിട്ടും പ്രതിഷേധിക്കും. അതിൽ അവിടുത്തെ ജനപ്രതിനിധി എന്നുള്ള അല്ലെങ്കിൽ MLA പങ്കെടുക്കുന്നതിലും തെറ്റൊന്നും പറയാൻ പറ്റില്ല. ഏവർക്കും നമസ്കാരം. സംസ്ഥാനത്ത് വന്യജീവി അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അതോടൊപ്പം തന്നെ വനം ഭേദഗതി ബില്ല് വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് വിഷയങ്ങളിലും തൻ്റെ നിലപാട് വ്യക്തമാക്കുകയാണ് NCP സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ ശ്രീ NA മുഹമ്മദ് കുട്ടി. നമസ്കാരം സർ. ഇവിടെ വനം ഭേദഗതി ബില്ലിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാനത്ത് വന്യജീവി അതിക്രമങ്ങൾ അതിൻ്റെ അങ്ങേയറ്റം വർദ്ധിച്ചു വരികയാണ്. ഇപ്പം കോതമംഗലത്തിന് ശേഷം നിലമ്പൂരാണെങ്കിലും ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ വനം വകുപ്പിനോ മറ്റ് സംവിധാനങ്ങൾക്കോ ഒക്കെ കഴിയാതെ പോകുന്നില്ലേ? ഇത് എനിക്ക് തോന്നുന്നു കോവിഡ് കാലത്താണ് ഈ ഏറ്റവും കൂടുതൽ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് വന്നത്. അപ്പോൾ അതിനൊരു കാരണമുണ്ട്. കാരണം നമ്മൾ വളരെ വീടിനകത്തായിരുന്നു. അപ്പോൾ ഈ വന്യമൃഗങ്ങൾ താഴോട്ട് ഇറങ്ങി വന്നൊരു ഇതുണ്ടായി. പിന്നീട് ഇതൊരു തുടർച്ചയായിട്ടാണ് ഉണ്ടായത്. പക്ഷേ കോവിഡ് കഴിഞ്ഞ ശേഷം ആളുകളെല്ലാം സജീവമായി ഇതിൽ വിഷയമാവുന്നില്ല. ഈ വന്യമൃഗങ്ങൾക്ക് അവർക്ക് വിഹരിക്കാനായിട്ടുള്ള സ്ഥലം ഒട്ടനവധിയുണ്ട്. പക്ഷേ അവർ തീറ്റയ്ക്ക് വേണ്ടിയിട്ടാണ് താഴോട്ട് വരുന്നത്. അതുകൊണ്ടാണല്ലോ ഈ റേഷൻ ഷോപ്പിൽ വന്നിട്ട് അരി എടുത്തതും അല്ലെങ്കിൽ ചക്ക സ്പെഷ്യലായിട്ടുള്ളൊരു ആരുടെ പേരിൽ എന്താ ചക്ക മാത്രം കഴിക്കുന്ന ആന എന്നുള്ളൊരു ഇതിൽ ചക്കക്കൊമ്പൻ അരിക്കൊമ്പൻ ഇങ്ങനെ പേരുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതൊരു പ്രശ്നം എന്താണ്? അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നമാണ്. അതായത് അവർക്ക് ഭക്ഷണത്തിൻ്റെ വിഷയമാണ്. ഇവിടെ വനം വകുപ്പിന് കൃത്യമായ ഒരു ഡ്യൂട്ടി ഉണ്ട്. വനത്തിനകത്ത് വന്യമൃഗങ്ങളെ നിർത്തണം. മാത്രമല്ല ഇവിടെ പ്രശ്നം എന്താണെങ്കിൽ ഒരു വന്യമൃഗം അത് നാട്ടിലേക്ക് വന്നു. ഇപ്പം നാളൊരു പുലിയോ കടുവയോ ഒരാളുടെ കിണറ്റിൽ വന്നു, ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അയാൾക്കെതിരെയാണ് കേസ് എടുക്കുന്നത്. അയാളുടെ വീട്ടിൽ കിടന്നുറങ്ങാണ്, ഒന്നും അറിയുന്നില്ല. കാലത്താണ് പുലി മറ്റേ കിണറിൽ കിടക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ ഇത് വരാതിരിക്കാനായിട്ടുള്ള, ഇപ്പോൾ പണ്ട് പല സ്ഥലങ്ങളിലും കിടങ്ങുകളുണ്ടായിരുന്നു. ആനയ്ക്കൊരു വഴിത്താറുണ്ട്. വഴിത്താറിൽ വരുന്ന സ്ഥലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് അവിടെ നമുക്ക് കിടങ്ങ് ഒഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആനയ്ക്ക് വരാൻ പറ്റില്ല. മാത്രമല്ല അവർക്ക് കുടിക്കാനുള്ള വെള്ളം അല്ലെങ്കിൽ അതുപോലുള്ള അവർക്ക് ഭക്ഷണത്തിനുള്ള അതെല്ലാം കാട്ടിനകത്ത് വെച്ച് പിടിപ്പിക്കേണ്ടത് ആരാ? വനം വകുപ്പാണ്. അപ്പോൾ വനം വകുപ്പ് അവരുടെ കൃത്യമായ ഡ്യൂട്ടി ചെയ്യാതെ ഇത് ഒരു സാധാരണയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള പല നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ താഴെയുള്ള ആളുകൾക്ക് പോലും കേസെടുക്കാവുന്നുള്ള അധികാരം കൊടുക്കുമ്പോൾ അതിൻ്റെ തീർച്ചയായിട്ടും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് അപ്പോൾ CPM തന്നെ അതിൽ ആ നിയമം പാസ്സാക്കരുതെന്നുള്ള നിലയ്ക്കൊക്കെ ഇന്ന് അവരുടെ മീറ്റിങ്ങിൽ പറഞ്ഞതായിട്ട് പുറത്തു വന്നിട്ടുണ്ട് പത്രങ്ങളിൽ. അപ്പോൾ ജനങ്ങളുമായി കൃത്യമായി സംസാരിച്ചുകൊണ്ട് അവർ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് ജനങ്ങൾക്കാണല്ലോ, വന്യമൃഗങ്ങൾക്കും വേണം. പക്ഷെ അത് കാട്ടിനകത്താണ്. മനസ്സിലായി. കാട്ടിൻ്റെ പുറത്ത് വന്യമൃഗങ്ങൾക്ക്, നാട്ടിൽ വന്യമൃഗങ്ങൾക്ക് സംരക്ഷണം കൊടുക്കേണ്ട ആവശ്യം എന്താ? അവരിങ്ങോട്ട് വരാതിരിക്കാനുള്ള പ്രൊട്ടക്ഷനാണ് ചെയ്യേണ്ടത്. അത് കൃത്യമായി അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയാൽ തീർച്ചയായും അതിന് ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഒരു ഈ പുലിയുടെ അല്ലെങ്കിൽ കടുവയുടെ സഞ്ചാരം കൃത്യമായി ട്രാക്ക് ചെയ്യാനായിട്ട് ക്യാമറകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആനകളുടെ ഇതെല്ലാം ഇതിൽ കറക്റ്റ് മോണിറ്റർ ആണെങ്കിൽ ഇതിനെല്ലാം ഇതുണ്ട്. അവിടെ ബ്ലോക്ക് ചെയ്യാനും കൃത്യമായിട്ട് ഇതിനും ചെയ്യാൻ കഴിയും. അപ്പോൾ എഫക്റ്റീവ് അല്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ അത് എഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഒരു പ്രശ്നം ഇതിനില്ല. അത് നടക്കാത്തതിൻ്റെ ഒരു കുഴപ്പമാണ് ഇവിടെ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ വനംവകുപ്പിനെതിരെ LDF മുന്നണിയിൽ തന്നെ പലർക്കും ഭിന്നാഭിപ്രായമാണല്ലോ ഉള്ളത്. മന്ത്രി പലപ്പോഴും സ്വീകരിക്കുന്നൊരു സമീപനം എന്ന് പറയുന്നത് കാടടച്ച് വെടിവെക്കുക എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അത്തരത്തിലുള്ളൊരു സമീപനമാണ് മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം സ്വീകരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഒരു സംരക്ഷണം എന്നതിൽ നിന്നുകൊണ്ടാണോ, അതിനപ്പുറത്തേക്ക് ശശീന്ദ്രൻ ഒരു വനംവകുപ്പ് മന്ത്രി എന്ന നിലയിൽ സമ്പൂർണ്ണ പരാജയമല്ലേ? ശശീന്ദ്രനെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളിൽ സ്വയം തീരുമാനമെടുക്കാൻ ചിലർക്കുള്ളൊക്കെ ചില കഴിവുകളുണ്ട്. അപ്പോൾ അതുണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ച് വരുമ്പോൾ. അപ്പോൾ ഒഫീഷ്യൽസ് അവരുടെ ഭാഗം ക്ലിയർ ചെയ്തുകൊണ്ടേ പറയുള്ളൂ ഏതാണെങ്കിലും. അപ്പോൾ അതിനെ കൃത്യമായി സമർത്ഥിച്ചുകൊണ്ട് അതല്ല വേണ്ടത് ഇങ്ങനെയാണെന്ന് പറയാനുള്ളത് ഒരു മന്ത്രിക്കുള്ളൊരു കഴിവുണ്ടാവണം. അതിൽ എനിക്ക് തോന്നുന്നത്
ആ വിഷയത്തിൽ അദ്ദേഹത്തിന് പരാജയം സംഭവിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ, അതും കൂടി ഉണ്ടായിരിക്കാം. ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ കൃത്യമായ സ്ഥലത്ത് പോലും അവിടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടി അവരുമായി സംസാരിക്കലും അത് നടക്കുന്നില്ല. ഈ ഒഫീഷ്യൽസിനെ തിരുവനന്തപുരത്ത് വിളിക്കുന്നവരൊക്കെ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് കീഴിൽ തന്നെ തിരുവനന്തപുരത്തുള്ള ആളുകൾ തന്നെയാണ്, സെക്രട്ടറിമാരും ബാക്കിയുള്ള ആളുകൾ, അവർ കൊടുക്കുന്ന ഇത് വെച്ച് പറയുന്ന ഒരു അഭിപ്രായം മാത്രമേ ഉള്ളൂ. നമ്മളൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തിന് എന്ത് ചെയ്യണം, അവിടെ കൃത്യമായി പോയി അത് കണ്ടുകൊണ്ട് അതിന് പരിഹാരം അവിടെ നിന്നാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അതിന് അദ്ദേഹത്തിൻ്റെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മുഖ്യമന്ത്രിയാണ് അതിന് തീർച്ചയായും. ഇപ്പോൾ ശരീരം മാറണ്ട എന്ന് പോലും അദ്ദേഹം പറഞ്ഞ നിലയ്ക്ക് ഇനിയിപ്പോൾ നമ്മൾ വെറുതെ അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ഇവിടെ വനം ഭേദഗതി ബില്ല് നടപ്പിലാക്കുമ്പോൾ വേണ്ടത്ര ചർച്ചകൾ നടക്കുന്നില്ല, അല്ലെങ്കിൽ വേണ്ടത്ര പഠനങ്ങളില്ല എന്നൊക്കെ അങ്ങനെയൊക്കെ ഒരു വിലയിരുത്തലുണ്ടോ? അല്ല, വളരെ വ്യക്തമാണല്ലോ. ഇങ്ങനൊരു ബില്ല് കൊണ്ടുവരാൻ പോകുന്നതിൻ്റെ ആ ബില്ല് തീർച്ചയായിട്ടും പാസ്സാക്കിയിട്ടില്ല. പക്ഷേ അതിനു മുമ്പേ ഇത് ഈ വനമേഖലയിലുള്ള ആളുകളുമായിട്ടെങ്കിലും ചർച്ച നടത്തണ്ടേ? അല്ല, ഇപ്പോൾ എറണാകുളത്തിരിക്കുന്നവരോട് ചർച്ച നടത്തുന്നില്ല, തൃശ്ശൂരിരിക്കുന്നവരോടല്ല. പക്ഷേ വനമേഖലയുമായി ചേർന്ന് കിടക്കുന്ന എറണാകുളത്തിൻ്റെയും അതുപോലെ തന്നെ തൃശ്ശൂരാണെങ്കിലും പാലക്കാടാണെങ്കിലും അല്ലെങ്കിൽ വയനാടാണെങ്കിലും ഇടുക്കിയാണെങ്കിലും കോട്ടയമാണെങ്കിലും ഈ ജില്ലകളുടെ എല്ലാം കിഴക്കൻ പ്രദേശങ്ങളെടുത്താൽ എല്ലാം വനമേഖലയാണ്, ബോർഡർ കിടക്കുന്നത്. അപ്പോൾ അവിടുത്തെ ആളുകളും ആ റേഞ്ചിലുള്ള ആളുകളുമായിട്ടെങ്കിലും ഇതിനെ ചർച്ച നടത്തേണ്ടതാണ്. ഇതൊന്നും വേണ്ട, ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആ ഏരിയയിൽ നിന്ന് റെപ്രസെൻ്റ് ചെയ്യുന്ന MLA-മാരെ വിളിച്ചുകൊണ്ടെങ്കിലും ചർച്ച നടത്തണ്ടേ? ജനപ്രതിനിധിയല്ലേ. അപ്പോൾ അവരെ വിളിച്ചുകൊണ്ടെങ്കിലും ഒരു മീറ്റിംഗ് നടത്താവുന്നതാണ്. അതിപ്പോൾ ഇവിടെ വനമന്ത്രി നടത്തേണ്ട ആവശ്യമില്ല. ഒഫീഷ്യൽസിന് തന്നെ അവിടുത്തെ ആരാണോ റേഞ്ച് ഓഫീസറോ അല്ലെങ്കിൽ അതുപോലെ DFO ആണെങ്കിൽ അവർക്ക് നടത്താവുന്നേ ഉള്ളൂ. അതുപോലും നടത്താതെ ഇത്തരത്തിൽ വരുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും അതൊരു ശരിയായ സമീപനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏറ്റവും ഒടുവിലായിട്ട് നിലമ്പൂർ നിയോജകമണ്ഡലത്തിലാണ് ഒരാൾ വന്യമൃഗത്തിൻ്റെ ആക്രമണത്തിൽ മരണപ്പെടുന്നത്. ഇവിടെ അൻവറിൻ്റെ രാഷ്ട്രീയത്തോട് അങ്ങക്ക് വിയോജിപ്പൊക്കെ ഉണ്ടാകുമായിരിക്കാം. പക്ഷെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഒരാൾ കൊല്ലപ്പെടുന്നു. മണിക്കൂറുകൾ, ഏകദേശം അദ്ദേഹം പറഞ്ഞ 15 മണിക്കൂറുകൾ ആരും അനങ്ങിയില്ല, പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തയ്യാറായില്ല. അങ്ങനൊരു സമയത്തുണ്ടായ ഒരു പ്രതിഷേധത്തെ അങ്ങ് അനുകൂലിക്കുന്നുണ്ടോ? അല്ല, ആ പ്രതിഷേധത്തെ അനുകൂലിക്കുന്നു തീർച്ചയായും. അത് ജനങ്ങൾ തീർച്ചയായിട്ടും പ്രതിഷേധിക്കും. അതിൽ അവിടുത്തെ ജനപ്രതിനിധി എന്നുള്ള അല്ലെങ്കിൽ MLA പങ്കെടുത്തുള്ളതും തെറ്റൊന്നും പറയാൻ പറ്റില്ല. മനസ്സിലായി. അപ്പോൾ കോടതി തന്നെ അവസരം കണ്ടതെന്താ, MLA അവിടെ ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് അയാളെ ഈ കുറ്റം ചേർത്താൻ പറ്റില്ല. ജനങ്ങൾ തീർച്ചയായും ഇത്ര പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ കുറച്ചൊരു രൂക്ഷമായ ഇതിൽ പ്രതികരിച്ചു എന്ന് വരും. മനസ്സിലായോ? ആ പ്രതികരണത്തിന് തടയാനുള്ള ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ വന്നാൽ അതിന് പോലീസും ബാക്കിയുള്ളവരില്ല, അവർ നിയന്ത്രിക്കേണ്ടതല്ലേ. MLA അതിൻ്റെ മുന്നിൽ പോയിട്ട് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. ഇല്ലല്ലോ, അദ്ദേഹം മാറി നിൽക്കുകയാണ്. അപ്പോൾ കോടതി തന്നെ അത് സ്ഥിരീകരിച്ചു കഴിഞ്ഞു, അതിന് ജാമ്യം കൊടുത്തു. അപ്പോൾ ആ നിലയ്ക്ക് കൃത്യമായ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഒരാളും ഇത്തരം ആന ചവിട്ടി മരിച്ചു കഴിഞ്ഞാൽ 15 മണിക്കൂർ എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു തെളിവില്ലാതെ അദ്ദേഹം പറയില്ലല്ലോ. അത് സത്യമാണ്. കാരണം പിറ്റേ ദിവസമാണ് പോസ്റ്റ്മോർട്ടം ബാക്കിയെല്ലാം നടത്തിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. അതിന് ഇമ്മീഡിയറ്റ് ആക്ഷൻസ് ആവശ്യമായിരുന്നു. ഇവിടെ MLA-ക്കെതിരെ PDPP ആക്റ്റാണ്, പൊതുമുതൽ നശിപ്പിച്ചെന്ന്. ഇതേ പൊതുമുതൽ നശിപ്പിച്ച വകുപ്പിലുള്ള ആളുകൾ നിയമസഭയിലൊക്കെ ഇപ്പോഴും അവർ ഒന്നും ചെയ്യാം. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായിട്ട് തങ്ങളെ വിമർശിക്കുന്ന ഒരാളെ അങ്ങനെ വെറുതെ വിടണ്ട എന്നൊരു ലൈനല്ലേ സ്വീകരിച്ചത്? അല്ല, ഇത് കാണുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ആ ചോദ്യങ്ങൾ പലരും പ്രതിപക്ഷത്തുള്ള പലരും ചോദിച്ചതാണല്ലോ. ആ ചോദിക്കുമ്പോൾ നമുക്ക് അതല്ല ഇത് ചെയ്ത് ശരിയാണെന്ന് പറയാൻ നമുക്ക് കഴിയുന്നില്ല. കാരണം എന്താ, മുൻകാലങ്ങളിൽ നടന്നിട്ടുള്ള അത്തരം പ്രശ്നങ്ങളെ എടുത്ത് കാണിക്കുമ്പോൾ അത് സത്യമാണല്ലോ. അപ്പോൾ അവർക്കെതിരെ ഈ പറയുന്ന അതുപോലെ പലരും നടത്തുന്ന പ്രതിപക്ഷം നടത്തുമ്പോൾ കേസെടുക്കുന്നു, അല്ലെങ്കിൽ ഭരണത്തിലുള്ളവർ നടത്തുമ്പോൾ കേസെടുക്കുന്നില്ല എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുമ്പോൾ നമുക്കതിന് മറിച്ചൊന്നും പറയാനില്ല. വാസ്തവമല്ലേ എന്ന ചോദ്യം നമ്മുടെ മനസ്സിലും ഉയരുകയാണ്. അപ്പോൾ ചോദ്യങ്ങൾക്ക് തീർച്ചയായും അതിന് ജനങ്ങളുടെ മനസ്സിൽ സർക്കാരിന് എതിരെയുള്ള ഒരു വികാരം അതിൽ വരുന്നുണ്ട്. അതാണ് അതിൻ്റെ പ്രശ്നം. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോഴും വനത്തിൻ്റെ അളവ്, അത്യാവശ്യം വനം നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ഈ വനത്തിനുള്ളിൽ തന്നെ ഇവർക്ക് കൃത്യമായ ആവാസ വ്യവസ്ഥ ഒരുക്കുക എന്നതുകൂടി ഒരു ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വമല്ലേ? തീർച്ചയായും. മാത്രമല്ല, ഇപ്പോൾ ഈ വനത്തിനോട് ചേർന്ന് കിടക്കുന്ന ഈ സ്ഥലങ്ങൾ മാക്സിമം 15 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് ഗവൺമെൻറ് വാങ്ങിക്കാൻ തീട്ട് ഒട്ടനവധി ആളുകൾ ഒഴിഞ്ഞു കൊടുത്തുകൊണ്ട് ഇതില്ല. അപ്പോൾ വനവിസ്തൃതി കൂടുകയാണ്. പക്ഷെ കൂടിയോണ്ട് മാത്രം കാര്യമില്ല. വനവിസ്തൃതി കൂടിയോണ്ട് മാത്രം
കാര്യമില്ല. അവരുടെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾക്ക് കൂടിയുള്ള ആവശ്യങ്ങൾ എന്താ കണ്ടറിഞ്ഞുകൊണ്ട്, വെള്ളവും അത് കണ്ടറിഞ്ഞുകൊണ്ട് വേണം ഇത്തരത്തിലുള്ള നടപടികൾക്ക് പോകാൻ. അത് പോകാത്തിടത്തോളം കാലം ഈ വിസ്തൃതി കൂട്ടി കൊടുക്കേണ്ട ഒരു കാര്യമില്ല. മനസ്സിലായി? വനവിസ്തൃതിയാണ് കൂട്ടേണ്ടത്. വനം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മരങ്ങളും അതുപോലുള്ള മറ്റ് സൗകര്യങ്ങളും ബാക്കിയൊക്കെ അവിടെ വേണം. ഇത് മരം മുറിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഒട്ടനവധി ഇപ്പോൾ എന്നും ഈ വനത്തിൽ കയറി മരം വെട്ടുന്നവരും അല്ലെങ്കിൽ അവിടുത്തെ മറ്റു പലരും ദുരുപയോഗം ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ എത്രമാത്രം പ്രതിരോധിക്കാൻ ആ ഡിപ്പാർട്ട്മെൻറ്റ് കഴിയുന്നുണ്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. കാരണം നമുക്ക് കാണുന്നുണ്ട് പലപ്പോഴും ഈ ഇത്തരത്തിലുള്ള അതായത് ഇപ്പോൾ ആനക്കൊമ്പ് പിടിച്ചതായിട്ടും അല്ലെങ്കിൽ ചന്ദനം കാട്ടുന്ന വെട്ടി പിടിച്ചതായിട്ടും അതിൽ മറ്റു പലതും അവിടെ നിന്ന് കയറി അതിക്രമിച്ചതായിട്ടുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ മാത്രമല്ല, ഇതിലൊരു കാര്യം കൂടിയുണ്ട്. ഈ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യണമല്ലോ. വനം വകുപ്പിന് ആവശ്യമായ ആയുധങ്ങളോ ബാക്കിയോ കൊടുക്കുന്നില്ല എന്നുള്ളതുണ്ട്. ഇന്നത്തെ കാലത്ത് അത്ര വലിയ പ്രശ്നം കാണുന്നില്ല. പണ്ട് വീരപ്പൻ്റെ കാലത്താണെങ്കിൽ തീർച്ചയായിട്ടും ഇത് വലിയ പ്രശ്നമായിരുന്നു. മനസ്സിലായി? ആളുകൾ ഈ ഒഫീഷ്യൽസ് പോകാൻ പോലും മടിച്ചിരുന്നൊരു കാലഘട്ടമുണ്ട്. പക്ഷേ ഇന്ന് അത്ര പ്രശ്നങ്ങളില്ല. അപ്പോൾ ഫോഴ്സിനെ കൃത്യമായി അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് അവരുടെ വയർലെസ്സോ അല്ലെങ്കിൽ ബാക്കിയുള്ള എക്യുപ്മെൻറ്റ്സോ ബാക്കിയെല്ലാം കൊടുത്തുകൊണ്ട് സജീവമാക്കണം. ഇപ്പം ഞാൻ പറയട്ടെ, നമ്മുടെ കേരളത്തിൽ വല്ലപ്പോഴും നെക്സലൈറ്റ് എന്ന് പറയുന്ന അത്ര വലിയ ആക്രമണമൊന്നുമില്ല. അവിടെ പ്രത്യക്ഷപ്പെട്ട് ഇവിടെ പോസ്റ്റർ ഒട്ടിച്ചു എന്ന് പറയുന്നതല്ലാതെ ഇപ്പം ജാർഖണ്ഡിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലോ ഛത്തീസ്ഗഡിലൊക്കെ ബാക്കിയുള്ളടത്ത് നമ്മൾ കാണുന്നതോ അല്ലെങ്കിൽ കേൾക്കുന്നതോ വളരെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ അറിയാലോ എന്തുണ്ടായത്. അപ്പോൾ ഒരു ജീപ്പൻ അങ്ങനെ പൊട്ടിത്തെറിച്ചാലുണ്ടായിരുന്ന 8ഓളം ആളുകൾ മരിക്കേണ്ടായത്. 8 പോലീസുകാരാണ് മരിച്ചിട്ടുള്ളത്. അതും ഒരു പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത്. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കേരളത്തിൽ ഇല്ലാത്തിടത്തോളം കാലം കുറച്ചുകൂടി ഈ ഒഫീഷ്യൽസിനെ കുറച്ചുകൂടി സജീവമാക്കി നിർത്തിക്കൊണ്ട് കാര്യങ്ങൾ നടത്താൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇവിടെ അങ്ങ് ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യം ശ്രദ്ധേയമായൊരു കാര്യമാണ്. അതായത് ഈ പാവങ്ങളായിട്ടുള്ള കർഷകരൊക്കെ ഈ വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ അവർക്കെതിരെ കേസ് വരുന്നൊരു സാഹചര്യമുണ്ട്. അതായത് അവനവൻ്റെ അന്നത്തെ അന്നത്തിന് വേണ്ടിയാവും സ്വാഭാവികവും കൃഷി ചെയ്യുന്നത്. അത്തരത്തിൽ ഈ കർഷകർക്ക് അല്ലെങ്കിൽ സാധാരണ ആളുകൾക്ക് ഈ നിയമങ്ങളിൽ അങ്ങനെ അവർക്കൂടി അനുകൂലമായൊരു മാറ്റമല്ലേ ശരിക്കും വേണ്ടത്? അല്ല, ഇതിൽ നമ്മൾ ശരിക്കും ഇത് കുറച്ച് സ്റ്റഡി നടത്തേണ്ട കാര്യമാണ്. ഏത് മൃഗമായാലും ലൈഫ് സൈക്കിൾ ഉണ്ടല്ലോ, അതിൽ ഏത് മൃഗമായാലും അതിന് ആ ലിമിറ്റിൽ കൂടുതലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പ്രശ്നങ്ങളാണ്. കൃഷി എന്ന് പറയുന്ന കർഷകൻ്റെ പ്രശ്നം വരികയാണെങ്കിൽ ആ കർഷകന് അവൻ്റെ ജീവിതോപാധിയാണ്. അവൻ വളരെ ബുദ്ധിമുട്ടിയിട്ട് ഇത് ഉണ്ടാക്കിയിട്ട് പന്നി വന്ന് കുത്തുന്നു, അല്ലെങ്കിൽ ബാക്കിയുള്ളാകുമ്പോൾ പലരും പടക്കം വയ്ക്കുന്നു. അല്ലെങ്കിൽ പണ്ട് കാലത്തുള്ള ഒരു ഇതാണ്, പന്നി പടക്കം വയ്ക്കും. അല്ലെങ്കിൽ ഇപ്പോൾ പുതുതായിട്ട് വരുമ്പോൾ ഇലക്ട്രിക്കൽ ലൈൻ വലിച്ചു കെട്ടുന്നു. എത്ര ആളുകൾ അത്തരം ഇതിൽ തട്ടിയിട്ട് മരിക്കലൊക്കെ ഉണ്ട്. പക്ഷേ അതിനേക്കാളപ്പുറം വ്യത്യസ്തമായ രീതിയിൽ ഇപ്പോൾ എനിക്കറിയാം, എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഈ കൃഷിയിടങ്ങളിൽ പന്നി വരുന്നതിന് ഈ കപ്പ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ, ചെറുതല്ല വലിയ സ്ഥലങ്ങളുണ്ട്, കൂടുതൽ ഏരിയയിൽ കപ്പ കൃഷി ചെയ്യുന്നിടത്ത് അവിടെ ഒരു നീളത്തിൽ ഒരു കയറ് കെട്ടിയിട്ടുണ്ട്. അങ്ങേയറ്റത്തൊരു ബെല്ലോ അല്ലെങ്കിൽ ഒരു ഡ്രമ്മ വെച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് രാത്രി ഇത് വലിച്ചുകൊണ്ട് അടിച്ച സൗണ്ട് ഉണ്ടാക്കുന്നൊരു സിസ്റ്റം ഉണ്ട്. അന്ന് കാലത്ത് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഈ സൗണ്ട് കേൾക്കുമ്പോൾ ഈ പന്നി ഓടിപ്പോവും. അപ്പോൾ അത്തരത്തിലൊക്കെ പണ്ട് ചെയ്തിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഉറക്കൊഴിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നവരാരുള്ളത്? കർഷകനെ സംബന്ധിച്ചൊക്കെ അവൻ്റെ അധ്വാനത്തിൻ്റെത് കഴിഞ്ഞ് അവസാനം പിന്നെ അവന് രാത്രി ഉറക്കൊഴിച്ചുകൊണ്ട് ഇതുകൊണ്ടും ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. മാത്രമല്ല, ഇന്ന് അതിന് മാത്രമുള്ള വലിയ കൃഷിയിടങ്ങളില്ല. വലിയ കൃഷിയിടങ്ങളിൽ തീർച്ചയായിട്ടും ഒരാളെ നിയോഗിച്ചുകൊണ്ട് ഇതെല്ലാം ചെയ്യും. ഇന്നതല്ല, ചെറിയ ചെറിയ സ്ഥലങ്ങളാണ്, അവിടെ സ്വന്തം ആവശ്യത്തിനോട് കൃഷി ചെയ്യുന്ന കാര്യങ്ങളാണ്. അവിടെയാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഇവിടെ കാടിറങ്ങി നാട്ടിലേക്ക് വന്യമൃഗങ്ങളെത്താതെ കാടിനുള്ളിൽ തന്നെ അവർക്ക് വേണ്ട ആവാസ വ്യവസ്ഥയും വിഭവങ്ങളും സൃഷ്ടിക്കുക എന്ന നമ്മുടെ സർക്കാരിനും വനവകുപ്പ് മന്ത്രിക്കുമൊക്കെ ഏറ്റെടുക്കാവുന്ന വളരെ അർത്ഥവത്തായ ഒരു സന്ദേശമാണ് NCP സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ശ്രീ NA മുഹമ്മദ് കുട്ടി നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത്. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.